ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്നൊരു പെഡിക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽസിൽ പെഡിക്യൂറിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ ഇന്ന് ഭയങ്കര മഴയാണ് പുറത്ത്. എന്തായാലും ഒക്കെ ഇന്ന് പോയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. മഴയാണെങ്കിലും നമ്മൾ പോവാണ്. നമ്മൾ 10:30ക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ തന്നെ 10:15 ഞാൻ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ കാലിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് ഒരു ക്രാക്സ് ഒക്കെ ഉണ്ട് നെയിലിൽ. അപ്പോൾ ആ ഒരു സംഭവമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല മഴയാണ് പുറത്ത്. ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ അങ്ങനെ കാണില്ല. ഇവിടെ നാച്ചുറൽസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെയും മഴ തന്നെയാണ്. പിന്നെ അത് കാതേഴ്സ് മാളിലാണ്. കാതേഴ്സ് മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നാച്ചുറൽസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചൂണ്ടലിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കാതർ മാളുണ്ട്. ചൂണ്ടലിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കാതർ മാളുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്ന് നമ്മൾ ലിഫ്റ്റൊക്കെ തുറന്ന് നമ്മൾ നാച്ചുറൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ നാച്ചുറൽസിക്കാന്ന് പറയുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാച്ചുറൽസ് എത്തി. നല്ല സൂപ്പർ ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതുപോലെ തന്നെ കുറച്ച് വീഡിയോ എടുത്തു. ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് നാച്ചുറൽസിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫീലും പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെയാണ്. നമ്മൾ ഓൾറെഡി സ്ലോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് അതേ നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇരുന്ന നേരം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്താണ്. ഡ്യുവൽ ക്യാമിലാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ അവിടെ എത്തി. ഫസ്റ്റ് നമുക്കൊരു ടർക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് നമ്മുടെ പാൻറ്റിൻ്റെ മുകളിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിക്കുക, കാരണം അതിലേക്ക് നമ്മുടെ ഡ്രസ്സിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ അവർ ഒരു ടൂള് വെച്ചിട്ട് എൻ്റെ നെയിൽസൊക്കെ നന്നായിട്ട് ഉരച്ച് നല്ല വൃത്തിയാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സർവീസ് ചെയ്തിരുന്ന കുട്ടി ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ കാല് മുക്കണം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ ഹോട്ട് വാട്ടറാണ് വരുന്നത്. അപ്പോൾ ആളിതൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ കാല് അതിലേക്ക് മുക്കാനുള്ള ഒരു ടൈമൊക്കെ ആകുമ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്താ സോൾട്ട്? ആളുടെ ഉള്ളിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ സൗണ്ട്. അപ്പോൾ ഒരു സോങ്ങൊക്കെ കുറച്ച് വോളിയം കൂട്ടിയിട്ടൊക്കെ ഇട്ടു, എന്നാലും സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതൊരു ക്രീമോ സൊല്യൂഷനോ എന്തോ യൂസ് ചെയ്തിട്ടാണ് ഈ നഖമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നഖം ഒരു ഷൈനിങ് ആയ പോലെ തോന്നും. അതിനുശേഷം എന്തോ ഒരു ക്രീം എടുത്തിട്ട് നമ്മുടെ നെയിൽസിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ നെയിൽസിൽ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കണം. അത് എന്തോ വൃത്തിയാവാനുള്ള എന്തോ സംഭവമൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അത്രയേ ഉള്ളൂ. കുറച്ച് നേരം കാല് വെള്ളത്തിൽ വെച്ച് എടുത്തതിന് ശേഷം നമ്മുടെ നഖത്തിലെ ക്യൂട്ടിക്കിൾസൊക്കെ അവർ നന്നായിട്ട് എടുത്ത് കളയുന്നുണ്ട്, നല്ല വൃത്തിയാക്കി തരുന്നുണ്ട്. ക്യൂട്ടിക്കിൾസൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവം, ഒരു ക്രീമോ എന്തോ ആണ്, അത് നമ്മുടെ നെയിൽസിലൊക്കെ തേച്ചിട്ട് നെയിൽസും ഒക്കെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ കാലും നഖവും എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫീലാണ്, നമുക്കിങ്ങനെ ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും, അത്രയും നല്ല ഫീലാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഉറങ്ങാഞ്ഞതല്ലേ, ഞാൻ അവിടെ കിടന്നുറങ്ങിയായിരുന്നു. ഇതുപോലെ നമുക്കൊരാൾ സർവീസൊക്കെ ചെയ്ത് തരുമ്പോൾ നല്ല രസമാണ് എന്തായാലും.
ഇത് ജസ്റ്റ് ക്ലീനിങ് മാത്രമല്ല, പക്ഷെ പെഡിക്യൂറിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മീൻസ് എന്താ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്. ഇതൊരു നോർമൽ പെഡിക്യൂർ മാത്രമേ, അതായത് അപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മളൊരു നോർമൽ പെഡിക്യൂറാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, അപ്പോൾ ആ ഓഫറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോർമൽ പെഡിക്യൂറിന് വരുന്നത് 299 പ്ലസ് GST ആണ്. അപ്പോൾ ഇപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെ ഓഫർ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഓഫർ കാർഡ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല സർവീസാണ്, കുറേ സർവീസുകളുണ്ട് അവിടെ. പിന്നീട് നമ്മുടെ കാലിൽ ഒരു ക്രീം തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തന്നു. ആദ്യം തന്നെ കാലൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി, അതിനുശേഷം ഈ ക്രീം നമ്മുടെ കാലിൽ തേച്ചിട്ട് അത് നന്നായിട്ട് കാലിൽ നന്നായി മസാജ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല രസമാണ് മസാജ് ചെയ്യുമ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നോർമൽ പെഡിക്യൂറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ഇടലാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബേസിക് പെഡിക്യൂറിൻ്റെ ഒരു പ്രോസസ്സ് ഫിനിഷായി. അങ്ങനെ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് ഇരിക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. ബോറടിച്ചിട്ട് വയ്യ, ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നു. എൻ്റെ കാലൊക്കെ നല്ല വൃത്തിയിൽ കഴുകി സൂപ്പറാക്കി തന്നു. എനിക്ക് അവിടുത്തെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ നമ്മുടെ കാല് ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കാല് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നാച്ചുറൽസിൽ എല്ലാവർക്കും ഈ സർവീസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്തായാലും പോകണം. അതുപോലെ തന്നെ എന്തൊക്കെ ഓഫേഴ്സ് ഉള്ളതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കതർമാളുടെ താഴെയുള്ളതാണ് ചിക്കിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് മൊത്തം ഞാൻ കാല് നോക്കി നടക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്